ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ഇന്ന് സംസ്ഥാനത്തെത്തും. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്തിന് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുമായും ജനപ്രതിനിധികളുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സംവദിക്കും. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് പ്രത്യേക പരിഗണന ആവശ്യമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയെയും അംഗങ്ങളുമടങ്ങിയ സംഘം ഇന്ന് സംസ്ഥാനത്തെത്തും. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രകളുടെ ഭാഗമായാണ് സന്ദർശനം. ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തുന്ന സംഘത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. തുടർന്ന് സംഘം കുമരകത്തേക്ക് യാത്ര തിരിക്കും. ചൊവ്വാഴ്ച കോവളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. 2026 ഏപ്രിൽ 1 മുതലാണ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ധനവിഹിതങ്ങൾ കേരളത്തിന് ലഭ്യമായി തുടങ്ങുക. ചങ്ങനാശ്ശേരി സ്വദേശി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട്ടിൽ റോമൻ കത്തോലിക്ക സഭയുടെ കർദിനാളായി സ്ഥാനമേറ്റത് ഇന്ത്യയ്ക്ക് അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മനുഷ്യരാശിയുടെ സേവനത്തിനായി തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചിട്ടുള്ള കർദിനാൾ കൂവക്കാടിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരുന്നതായും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് വൈകുന്നേരം സാന്ത അനസ്താസിയ സീറോ മലബാർ ബസിലിക്കയിൽ കർദിനാൾ ജോർജ് കൂവക്കാട്ടിലിന്റെ കാർമ്മികത്വത്തിൽ മലയാളത്തിൽ കുർബാന അർപ്പിക്കും. സംസ്ഥാനത്ത് പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും മന്ത്രിമാർ നേരിട്ടെത്തി പരാതികൾ സ്വീകരിക്കും. അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നാളെ രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. karudal.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അക്ഷയ സെന്റർ വഴിയോ താലൂക്ക് ഓഫീസിലെ ഹെൽപ്പ് ഡെസ്ക് വഴിയോ പരാതികൾ സമർപ്പിക്കാം. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് പ്രത്യേക പരിഗണന വേണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിന് ഉദാസീനതയോ ഒളിച്ചുകളിയോ ഇല്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സർക്കാർ ആവശ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളം അന്ന് ആവശ്യപ്പെട്ടത് ഈ ദുരന്തത്തെ സവിശേഷതകളുള്ള ഒരു ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ്. സാധാരണ ദുരന്തമുണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അതിൽപ്പെട്ടു പോകരുത്. ആ നടപടികളുടെയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിലല്ല ഈ പ്രശ്നത്തെ കാണേണ്ടത്. അത് ഒരു പുതിയ ടൗൺഷിപ്പാക്കി മാറ്റുന്നതിനാവശ്യമായ പദ്ധതിയാണ് ഗവൺമെന്റ് ആലോചിച്ചത്. ആ ആലോചനയോട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ വിയോജിപ്പില്ല. കേരളം ആവശ്യപ്പെട്ടത് പ്രത്യേക പരിഗണനയാണ്, അടിയന്തര സഹായം നൽകുന്നതിനാണ്. വയനാട് ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് BJP നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ V മുരളീധരൻ. ദുരന്തബാധിതർക്കുള്ള ധനസഹായം സംബന്ധിച്ച് കോടതി വിധി വന്നതിലൂടെ വ്യക്തത വന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും വിദ്യാഭ്യാസത്തിന്റെ ഭാവിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചൊവ്വാഴ്ച വരെ നടക്കുന്ന സമ്മേളനത്തിൽ ദേശീയ അന്തർദേശീയ തലത്തിലെ വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുമായും ജനപ്രതിനിധികളുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായി സംവദിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ, മാലിന്യമുക്ത നവകേരളം എന്നിവ സംബന്ധിച്ച് സംയോജിത പ്രവർത്തനം ആവിഷ്കരിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. മന്ത്രിമാരായ MB രാജേഷ്, വീണ ജോർജ്, R ബിന്ദു, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A ഷാജഹാൻ അറിയിച്ചു. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര ഇന്ന് ആലപ്പുഴ തലവടി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും. തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടനാടിന്റെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ പ്രശസ്ത ചരിത്രകാരൻ MG ശശിഭൂഷൺ പ്രഭാഷണം നടത്തും. ശ്രദ്ധേയരായ കഥാകൃത്തുക്കൾ പങ്കെടുക്കുന്ന കഥയരങ്ങും ഇതോടനുബന്ധിച്ച് നടക്കും. കണ്ണൂർ പിണറായിയിൽ പുതിയ കോൺഗ്രസ് ഓഫീസ് കെട്ടിടത്തിന് നേരെ ആക്രമണം. പിണറായി കോഴൂർ കനാൽക്കര പ്രിയദർശിനി മന്ദിരത്തിന് നേരെയാണ് ഇന്നലെ രാത്രി അക്രമം ഉണ്ടായത്. പ്രധാന വാതിലിന് തീവച്ച അക്രമികൾ ജനൽ ചില്ലുകൾ തകർത്തു. കോൺഗ്രസ് ഓഫീസ് കെട്ടിടം ഇന്ന് വൈകിട്ട് KPCC പ്രസിഡന്റ് K സുധാകരൻ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചതായിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ. ഇതിനായി കണ്ടെത്തിയ ഭൂമിയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കേന്ദ്രീയ വിദ്യാലയത്തിനായി 8 ഏക്കർ സ്ഥലമാണ് നിലവിൽ തൊടുപുഴയ്ക്കടുത്ത മ്രാലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നിർദ്ദിഷ്ട സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുമ്പുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. രാജ്യാന്തര നിലവാരത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുക. ഒരു ഡിവിഷനിൽ 32 സീറ്റുകളാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം 63 തസ്തികകൾ ഉണ്ടായിരിക്കും. പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക സംവിധാനത്തിലായിരിക്കും വിദ്യാലയം പ്രവർത്തിക്കുക. ബോർഡർ ഗവാസ്കർ ട്രോഫി 2ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് തോൽവി. 5 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് എന്ന നിലയിൽ ഇന്ന് 2ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇന്ത്യ 175 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. 19 റൺസ് വിജയലക്ഷ്യം ഓസീസ് വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ അനായാസം മറികടക്കുകയായിരുന്നു. ഇതോടെ 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഇരു ടീമുകളും 1-1 എന്ന നിലയിലായി. മസ്കറ്റിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ജൂനിയർ വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും പുറമെ പൂൾ എയിൽ ചൈന, മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളാണുള്ളത്. ജ്യോതി സിംഗ് ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക. ഈ മാസം 15-നാണ് ഫൈനൽ. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ച് ഇതുവരെ മേഖലയിൽ നിന്നും പിടികൂടിയത് 127 പാമ്പുകളെ. വിഷപ്പാമ്പുകളുടെ സാന്നിധ്യം കൂടുതലായതിനാൽ തീർത്ഥാടകർ പരമ്പരാഗത പാതകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും കുറുക്കുവഴികളിലൂടെ സഞ്ചരിക്കരുതെന്നും വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. വനം വകുപ്പ് പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ശബരിമലയടക്കമുള്ള അനുബന്ധ വനപ്രദേശങ്ങളിൽ നിന്നായി ഇതുവരെ 127 പാമ്പുകളെ പിടികൂടി ഉൾവനത്തിൽ വിട്ടിട്ടുണ്ട്. വനം വകുപ്പിന്റെ സർപ്പ ലൈസൻസുള്ള അംഗീകൃത പാമ്പ് പിടുത്തക്കാരാണ് പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ നിന്നായി ഇവയെ പിടികൂടിയിട്ടുള്ളത്. സത്രം, ഉപ്പുപാറ, പമ്പ, പരമ്പരാഗത കാനനപാത, സന്നിധാനം തുടങ്ങിയ സ്ഥലങ്ങളിലായി 80 എക്കോ ഗാർഡുകളും 60 എലിഫന്റ് സ്ക്വാഡുകളും ഉൾപ്പെടെയുള്ള വനപാലകർ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ 1ാം ചരമവാർഷികം ഇന്ന്. മന്ത്രിമാരായ P. പ്രസാദ്, K. രാജൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവർ കാനത്തിന്റെ വീട്ടിലെത്തി സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ആലപ്പുഴയിലെ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായി കാർത്തിക സ്തംഭം ഇന്ന് ഉയർത്തും. 13-നാണ് പൊങ്കാല ഉത്സവം. കേരളത്തിലെ ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താൻ സർക്കാർ ആലോചിക്കുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ. അടിയന്തരമായി ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് പ്രായോഗികത സംബന്ധിച്ച് കോടതിയെ അറിയിക്കും. ദേവസ്വം ബോർഡുകൾക്ക് വിഷയത്തിൽ കോടതിയെ സമീപിക്കാമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് 4ാം സീസണിന്റെ സംഘാടക സമിതി ഓഫീസ് മന്ത്രി AK ശശീന്ദ്രൻ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 27, 28, 29 തീയതികളിൽ ബേപ്പൂർ മറീന ബീച്ചിലാണ് വാട്ടർ ഫെസ്റ്റ് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ഇന്ന് സംസ്ഥാനത്തെത്തും. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്തിന് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുമായും ജനപ്രതിനിധികളുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സംവദിക്കും. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് പ്രത്യേക പരിഗണന ആവശ്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഏഷ്യ കപ്പ് ജൂനിയർ വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.